അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുത്താനെന്നുറയ്ക്കുമളവാനന്ദമെന്തുഹരി നാരായണായ നമഃ. നമസ്കാരം. പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാടിയ വരികൾ ഏതിലത്തെയാണ് എന്ന് ആർക്കും സംശയം ഉണ്ടാവില്ല. എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനത്തിലെ 4-ാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത് എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ കീർത്തനവും ജ്ഞാനപ്പാന അതും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം, മുന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയും ഹരിനാമകീർത്തനവും തമ്മിലുള്ളൊരു ചെറിയ വ്യത്യാസം. ജ്ഞാനപ്പാനയ്ക്ക് ഒരു വ്യാഖ്യാനം ആവശ്യമില്ല, വരികൾ കേട്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം. ചിലതൊക്കെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു ചെറിയൊരു വിവരണം വേണ്ടിയിരുന്നു, ചിലതൊന്നും വേണ്ടതാണ്. പക്ഷെ ഹരിനാമകീർത്തനം അങ്ങനെയല്ല. അദ്ദേഹം ഉപയോഗിച്ചതായിട്ടുള്ള വരികളുടെയും വാക്കുകളുടെയും ഉദ്ദേശം എന്താണ് എന്ന് ചിലപ്പോൾ നമുക്ക് സംശയം തോന്നത്തക്ക വിധം കുറച്ച് ഗഹനമാണ്. അതുകൊണ്ട് തന്നെ ഹരിനാമകീർത്തനത്തിന് പലരും വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ചിലതൊക്കെ നമുക്ക് ആ വ്യാഖ്യാനത്തിൽ കൂടെ മാത്രമേ എന്താണ് ആചാര്യൻ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവുള്ളൂ. ചിലതല്ലാണ്ട് മനസ്സിലാവും, ചിലത് ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നാലേ മനസ്സിലാവും. അപ്പോൾ ഇവിടെ വലിയൊരു തത്വത്തെയാണ് അദ്ദേഹം ചെറിയ ശ്ലോകത്തിൽ ഒതുക്കിയിരിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ 11 ഉണ്ട്. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. കണ്ണ്, മൂക്ക്, തൊക്ക, നാക്ക്, ചെവി ഇത് ജ്ഞാനേന്ദ്രിയങ്ങൾ. കയ്യ്, കാല്, വാക്ക്, വായു, വസ്ത്രം ഇത് കർമ്മേന്ദ്രിയങ്ങൾ. ഈ 10 ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് മനസ്സാണ്. ആ മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നതോ അവിടെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഉള്ളിലുള്ളതായ ആത്മാവാണ്. ഈ ഒരു തത്വത്തെയാണ്, ആ ആത്മാവിനെയാണ് നമ്മൾ അറിയേണ്ടത് എന്നുള്ള തത്വമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ആത്മബോധമില്ലാത്തവർക്ക് വേറെന്തുണ്ടായിട്ടും കാര്യമില്ല, വേറെന്ത് അറിവുണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ 10 ഇന്ദ്രിയങ്ങളുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നത് മനസ്സ്, മനസ്സിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നത് ബുദ്ധി, ബുദ്ധിയുടെ അപ്പുറത്ത് നിൽക്കുന്നത് ആത്മാവ്. ആത്മാവില്ലെങ്കിൽ ഇതൊന്നും ഇല്ല. അതാണ് ഇവിടെ കണ്ണിനു കണ്ണ് മനം എന്ന് പറഞ്ഞത്. സൂര്യനാവട്ടെ മറ്റ് പ്രതിഭാസങ്ങളെ ആവട്ടെ നമ്മൾ കാണുന്നത് നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് ആണ്. പക്ഷെ ആ നഗ്ന നേത്രങ്ങൾ മാത്രം പോരാ, അതിനൊരു കണ്ണുണ്ട്, മനസ്സ്. അതാണ് നമ്മൾ ചിലപ്പോൾ പറയാറ്, ചെവി കൊണ്ട് മാത്രം കേട്ടാൽ പോരാ, കണ്ണുകൊണ്ട് മാത്രം കണ്ടാൽ പോരാ. കണ്ണുകൊണ്ട് അല്ലാണ്ട് കാണാൻ പറ്റുമോ? ചെവി കൊണ്ട് അല്ലാണ്ട് കേൾക്കാൻ പറ്റുമോ? പറ്റും. എന്താ കാരണം? നമ്മൾ എന്തിനെങ്കിലും കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നടക്കുമ്പോൾ നമ്മുടെ മുമ്പ് കൂടെ ഒരാൾ പോയി, ചിലപ്പോൾ നമ്മൾ കാണില്ല. തൊട്ടടുത്ത് കൂടെ പാസ് ചെയ്താലും ചിലർ കാണില്ല. എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്നലെ നിങ്ങളുടെ മുമ്പത്ത് കൂടെ പോയി നിങ്ങളോട് ചിരിച്ചു, നിങ്ങൾ വളരെ ഗൗരവത്തിൽ പോയില്ലോ, എന്താ ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്തത്? ഞാൻ പറയോ, ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചില്ല കേട്ടോ. അതിനുണ്ടാവും ചിലപ്പോൾ. നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടാവും, പക്ഷേ അതെവിടെ എത്തിയില്ല, മനസ്സുകൊണ്ട് കണ്ടില്ല. അതുപോലെ നന്നായിട്ട് പറയുന്ന പ്രഭാഷണമോ ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത് ചോദിച്ചാലോ, അയ്യോ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല. എന്താ കാരണം? ചെവി കൊണ്ടേ കേട്ടുള്ളൂ, മനസ്സ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിപ്പിച്ചില്ല. അപ്പോൾ കാണാനും കണ്ണ് പോരാ, കേൾക്കാനും ചെവി പോരാ, അതിൻ്റെ പിന്നിൽ എന്തും കൂടി വേണം? മനസ്സ്. ഇനി മനസ്സും പോരാ, ബുദ്ധി ഉണ്ടാവണം. മനസ്സുകൊണ്ടും കൂടി പ്രവർത്തിച്ചാൽ കുറച്ചും കൂടി ആയി, പക്ഷെ കുറച്ചും കൂടി പൂർണ്ണമാവണം, എന്തുണ്ടാവണം? ബുദ്ധിയും കൂടി ഉണ്ടാവണം. അപ്പോഴാണ് ശരിയായിട്ടുള്ള ശ്രവണം. ഇന്ന് കേട്ടത് എന്താ ചോദിച്ചാൽ ശരിക്കാണ്ട് പറയാം. കണ്ടത് ഒന്നും തന്നെ ശ്രദ്ധയപ്പെടാതിരിക്കില്ല. മനസ്സും ബുദ്ധി ഇതിൻ്റെ പിന്നിലുണ്ടാവണം. കാരണം ഗീതയിൽ പറയുന്നത് യോ ബുദ്ധേ പരതസ്തുസ ഏവം ബുദ്ധേ, അതായത് ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരമ്മന മനസ്സസ്തു പരാബുദ്ധി യോ ബുദ്ധേ പരതസ്തുസ. അർജുന, ശരീരത്തേക്കാൾ ശ്രേഷ്ഠമാണ് ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ്, മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി,
ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് എന്തോ അതാണ് ആത്മാവ് എന്ന് നീ അറിയണം. അങ്ങനെ നമ്മൾ ബുദ്ധിയും മനസ്സും പ്രവർത്തിപ്പിച്ചു കൊണ്ട് കേട്ടാൽ ആ കേട്ടത് നിൽക്കും, മനസ്സിൽ നിൽക്കും. ബുദ്ധിയും മനസ്സും പ്രവർത്തിപ്പിച്ചു കൊണ്ട് കണ്ടാൽ, വെറുതെ കാണില്ല, പ്രവർത്തിപ്പിച്ചു കൊണ്ട് കണ്ടാൽ ആ കാഴ്ച നമ്മുടെ മനസ്സിൽ ഉറയ്ക്കും. അതിന് എടുക്കേണ്ടത് എടുക്കാനും തള്ളേണ്ടത് തള്ളാനും നമുക്ക് സാധിക്കും. വെറുതെ കണ്ണുകൊണ്ട് കാണില്ല, മനസ്സും ബുദ്ധിയും വേണം. വെറുതെ ചെവി കൊണ്ട് കേൾക്കല്ല, മനസ്സും ബുദ്ധിയും അതിനകത്തുണ്ടാവും. അപ്പോഴേ കേൾവിയാവുള്ളൂ. അതുപോലെ തന്നെ കാണലാവും, കാഴ്ചയാവുള്ളൂ. പോരാ, 2 പറഞ്ഞുകൊണ്ടായോ. ത്വക്കിൻ്റെ സ്പർശസുഖം എന്തുകൊണ്ടാണ് അറിയണത്? ജീവൻ പോയാൽ ത്വക്ക് തൊട്ടയാൾ അറിയുമോ മരിച്ചു കിടക്കുമ്പോൾ? അതിൻ്റെ പിന്നിലും മനസ്സും ആത്മാവും വേണം, ബുദ്ധിയും വേണം. അപ്പോഴേ സ്പർശം അറിയുള്ളൂ. ഈ സ്പർശം ചിലപ്പോൾ നമുക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി ബാധിച്ചാലും കൂടി അറിയില്ല, ചെരുപ്പൊക്കെ ഊരിപ്പോയാൽ അറിയോ? അപ്പോൾ ഈ സ്പർശശക്തി അറിയാൻ അതിൻ്റെ ഉള്ളിൽ വേറെ ചില പ്രവർത്തനം വേണം, ത്വക്ക് മാത്രം പോരാ. ഇതുപോലെ പഞ്ചേന്ദ്രിയങ്ങളാവട്ടെ, കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്, ചെവി, ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തുണ്ടാവണം? മനസ്സുണ്ടാവണം. കൂടാതെ എന്തുണ്ടാവണം? ബുദ്ധി ഉണ്ടാവണം. ബുദ്ധിയുടെ കൂടെ എന്തുണ്ടാവണം? ആത്മാവ് ഉണ്ടാവണം. ആത്മാവുണ്ടെങ്കിൽ ഇതൊക്കെ ഉള്ളൂ. ആത്മാവ്, ബുദ്ധി, മനസ്സ് എന്നിവയുടെ ഒരു പിൻബലം ഉണ്ടെങ്കിലേ ബാക്കി ഇന്ദ്രിയങ്ങളുടെ ഒക്കെ പ്രവർത്തനമുള്ളൂ. അതിന് ആത്മാവ് പരമമായിട്ടുള്ള പിൻബലം ഉണ്ടാവണം. ആത്മാവുണ്ടെങ്കിലേ ഇതെല്ലാം ഉള്ളൂ. അപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം കാഴ്ചയല്ല, ചെവി കൊണ്ട് കേൾക്കുന്നതെല്ലാം കേൾക്കുന്ന ശബ്ദമോ കേൾവിയോ അല്ല. അപ്പോൾ ഏറ്റവും പ്രധാനം അതിൻ്റെ പിന്നിൽ മനസ്സ്, ബുദ്ധി ഉണ്ടാവുക. ഈ മനസ്സിനും ബുദ്ധിക്കും ആസ്പദമായിട്ടുള്ളത് ആത്മാവാണ്. അപ്പോൾ ആ ശ്ലോകത്തിൽ കൂടെ ആത്മാവിലേക്ക് എത്തിയിരിക്കുകയാണ് എഴുത്തച്ഛൻ എന്ന ആചാര്യൻ. അപ്പം മനസ്സും ബുദ്ധിയാണ് എല്ലാ ഇന്ദ്രിയങ്ങളെയും യഥാർത്ഥത്തിൽ പ്രവർത്തിപ്പിക്കുന്നത്. അതിൻ്റെ പിന്നിൽ മനസ്സും ഉണ്ടാവണം, ബുദ്ധി ഉണ്ടാവണം. ഈ മനസ്സിനും ബുദ്ധിയും പ്രവർത്തിപ്പിക്കുന്നത് എന്താണോ അതാണ് ആത്മാവ്. ഇന്ദ്രിയങ്ങളേക്കാൾ ശ്രേഷ്ഠം മനസ്സ്, മനസ്സിനേക്കാൾ ശ്രേഷ്ഠം ബുദ്ധി. ഏതൊന്നാണോ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠം അതാണ് അർജുന ഞാൻ എന്നാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു കൊടുത്തത്. ഏകദേശം അതിൻ്റെ ഒരാശയം തന്നെയാണ് ഇതിലും ഉള്ളത്. അപ്പോൾ ആ ഒരു പരമാത്മാവാണ് മനസ്സിനെയും ബുദ്ധിയെയും പ്രവർത്തിപ്പിക്കുന്നത്. മനസ്സും ബുദ്ധിയും ഉണ്ടെങ്കിലേ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തന ശക്തി ഉള്ളൂ എന്ന പരമസത്യം ആത്മാവിനെ അറിഞ്ഞാൽ വലിയൊരു കാര്യം നമ്മൾ അറിഞ്ഞു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താണ്. ആ ഒരു സമയത്തെ ആനന്ദം നമുക്ക് വാക്കുകൊണ്ട് വർണ്ണിക്കാൻ സാധ്യമല്ല. ആത്മാവ് എന്ന ആ ഒരു സംഗതിയെക്കുറിച്ചുള്ള അറിവ് കിട്ടുമ്പോഴുള്ള ഒരു അവസ്ഥ, അനുഭൂതി, നിർവൃതി എന്നൊക്കെ അതിന് പറയാം. ആനന്ദം എന്തുഹരി നാരായണായ നമ. അതുകൊണ്ട് ആത്മബോധം ഉണ്ടാവുക, ആത്മാവിനെ അറിയുക. ബുദ്ധിയും മനസ്സുമാണ് ഏറ്റവും വലുത് ഇന്ദ്രിയങ്ങളെക്കാൾ. അവയ്ക്കും മീതെയാണ് ആത്മാവ് എന്ന പരമമായ ആ അറിവാണ് ഈ ശ്ലോകത്തിൽ കൂടെ തുഞ്ചത്തെഴുത്തച്ഛൻ നമ്മളെ ബോധിപ്പിച്ചിരിക്കുന്നത്. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനം ആകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരി നാരായണായ നമ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു. നമസ്കാരം.